പ്രാരംഭമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് കടക്കാമല്ലോ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. Praise the Lord. But as many as received him to them, he gave the right to become children of God, even to those who believe in his name, who were born not of blood, nor of the will of the flesh, nor of the will of man, but of God. And the word became flesh and dwelt among us, and we saw his glory as of only begotten from the Father, full of grace and truth. വചനം ജഡമായി തീർന്നു, കൃപയും പറഞ്ഞാട്ടുറക്കെ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം ഈ പ്രഭാതത്തിൽ പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസം ചരിത്രപരമായി ലോകമെങ്ങും കർത്താവായ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, ഓർക്കുന്ന ദിനങ്ങളാണ്. വിശേഷമായി ദൈവത്തെ വാസ്തവമായിട്ടും അറിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൂടുതലായി കർത്താവിനെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിനങ്ങൾ. അവനിൽ നിന്ന് കൂടുതലായി ദൈവകൃപ പ്രാപിച്ച് വെളിച്ചം ഉൾക്കൊണ്ടവരായി, ദൈവകൃപ പ്രാപിച്ചവരായി ലോകത്തിന് മുൻപിൽ അവൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുവാൻ കൂടുതൽ കരുത്തു പകരുന്നതായ ദിനങ്ങളാണിത്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഇൻകാർണേഷൻ അല്ലെങ്കിൽ അവതാരം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് യോഹന്നാൻ അപ്പോസ്തലനാണ്. വളരെ ക്ലാരിറ്റിയോടുകൂടെ യാതൊരു സംശയത്തിനും വകയില്ലാത്ത വിധത്തിലാണ് വേഷത്തിൽ മനുഷ്യനായി വന്ന കർത്താവ്, സാക്ഷാൽ വചനമായ ദൈവം ജഡാവതാരമെടുത്തുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്ന ആ ദിവ്യമായ അനുഭവം, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തുമാത്രമാണ് ചരിത്രത്താളുകളിലും ആത്മീക ഗോളത്തിലും ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തിപരമായ ജീവിതത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അവതാരത്തിലൂടെ ലോകചരിത്രത്തിലുണ്ടായ മാറ്റങ്ങൾ, മാനവ സമൂഹത്തിൽ, വിശേഷാൽ ആധ്യാത്മിക സമൂഹത്തിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങൾ, അതുപോലെ ഒരു വ്യക്തിയുടെ ഏറ്റവും സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഇവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൂടുതൽ ദൈവകൃപ പ്രാപിച്ചവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കട്ടെ. യേശു കർത്താവിൻ്റെ ജനനത്തോടു കൂടിയാണ് AD എന്നും BC എന്നും രണ്ടായി ലോക ചരിത്രത്തെ തന്നെ ഡിവൈഡ് ചെയ്ത് രണ്ടായി മുറിക്കുന്നതായ അനുഭവം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. AD ബിഫോർ BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ്, അവിടം കൊണ്ട് ആ ചരിത്രം യേശുവിൻ്റെ ജനനത്തോടെ അവസാനിച്ച് എല്ലാ ഇസങ്ങളും ഫിലോസഫികളും മിത്തും മറ്റ് ഡിഫറെൻ്റ് ലെവലിലുള്ള തിയോളജീസ് ഇതെല്ലാറ്റിനെയും ഇതിനെ സൈഡിലാക്കിക്കൊണ്ട് ലോക ചരിത്രത്തെ തന്നെ രണ്ടായി തിരിക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്യുകയാണ്.
ഹല്ലേലൂയ. AD എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദത്തിലൂടെ രൂപപ്പെട്ടതാണ്. അന്നോ ഡൊമിനി എന്ന് പറയുന്നതായ ലാറ്റിൻ പദം, അതിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്, ദൈവത്തിൻ്റെ, ചുരുക്കം പറഞ്ഞ ദൈവത്തിൻ്റെ പ്രസാദ വർഷം എന്നാണ് അതിനെ രത്നചുരുക്കമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ ചരിത്രത്തെ തന്നെ ആ വിധത്തിൽ ഡിവൈഡ് ചെയ്ത ഒരു വലിയ ചരിത്രപരമായ ഫാക്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ് യേശു കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്നത്. ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ദിയോനിസസ് എക്സിജസ് എന്ന് പറയുന്നതായ ഒരു എംപററാണ്. അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ മോങ്ക്. അദ്ദേഹം ആണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഈ കലണ്ടർ സിസ്റ്റം മാറ്റുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കിരാതമായ ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ സമ്മാനിച്ച ഡയോക്ലിഷ്യൻ എന്ന് പറയുന്നതായ റോമൻ ചക്രവർത്തി കിരാതമായ ഭീകരമായ പെർസിക്യൂഷൻ ക്രൈസ്തവ സമൂഹത്തിന് നേരെ അഴിച്ചുവിട്ട ബിറ്റർ എക്സ്പീരിയൻസ്. അദ്ദേഹത്തിൻ്റെ ഈ വാഴ്ചയും ക്രൈസ്തവ സമൂഹത്തോടും ക്രൈസ്റ്റിനോടുമുള്ളതായ എതിർപ്പും അതിനൊരു പകരം വയ്ക്കുവാൻ വേണ്ടി ആണ് ഈ മോങ്ക് ഈ കലണ്ടറിക്കൽ സിസ്റ്റം തന്നെ മാറ്റുന്നത്. ഇതാണ് ഹിസ്റ്ററി. എന്നാൽ അങ്ങനൊരു സംഭവം ഉണ്ടാകാൻ ഇടയാകണമെങ്കിൽ ആര് പ്രവർത്തിക്കണം? ദൈവം പ്രവർത്തിക്കണം. ചരിത്രങ്ങളെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത് ദൈവത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയാണ്. അതൊരു സമൂഹത്തിൻ്റെ വിഷയമായാലും ഒരു വ്യക്തിയുടെ വിഷയമായാലും അത് ദൈവത്തിൻ്റെ പൂർണ്ണമായ അറിവോടും അംഗീകാരത്തോടും കൂടിയാണ്. അപ്പോൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള വ്യക്തമായ വിടുതലുകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ അറിവോടും കയ്യൊപ്പോടും കൂടിയാണ്. AD എന്നും BC എന്നും രണ്ടായി തിരിക്കുന്നു എന്ന് വളരെ വീറോടെ നമുക്ക് പ്രസംഗിക്കാൻ ഇടയാകുന്നതും അങ്ങനെ ഒരു മോങ്കിനെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചാണ്. ഹല്ലേലൂയ. നമുക്ക് പറയുവാൻ ശ്രേഷ്ഠമായ സാക്ഷ്യങ്ങൾ ഉണ്ടാക്കി തരുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിനാണ് നമുക്ക് പ്രഥമമായ സ്ഥാനം കൊടുക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ബിറ്ററായ അനുഭവങ്ങളുടെ മേല് സന്തോഷിപ്പിക്കുന്നൊരു സാക്ഷ്യം നാളെ പൊതുസഭയുടെ മുൻപിൽ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ മുൻപിൽ പറയുവാൻ നമുക്ക് അവസരം നൽകുന്ന നമ്മുടെ ദൈവമാണ്. അപ്പോൾ എത്രമാത്രം നാം ദൈവത്തെ സ്തുതിക്കണം, എത്രമാത്രം നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവം അങ്ങനെ ഇടപെട്ടാണ് നമുക്ക് മാന്യതയും ശ്രേഷ്ഠതയും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. ഇല്ലെങ്കിൽ ശത്രു നമ്മെ എന്നേ പതിർപോലെ പാറ്റിക്കളയുമായിരുന്നു. ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുവാൻ ഒരിക്കലും നമുക്കാർക്കും ഇടയാകയില്ലായിരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ജനനം മറ്റുള്ളതായ വലിയ ആധ്യാത്മിക നേതാക്കളുടെ ജനനവുമായി ഒരിക്കലും നമുക്ക് കമ്പാരിസൺ നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു രീതിയിലും നമുക്ക് താരതമ്യം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. മറ്റ് വലിയ റിലീജിയസ് തിയറിയൊക്കെ യേശു കർത്താവിനെ ഇസ്ലാമിക സമൂഹമാണെങ്കിൽ ഒരു പ്രവാചകനായി അംഗീകരിക്കാൻ ഒരു തടസ്സവുമില്ല. ഹൈന്ദവ സമൂഹമാണെങ്കിൽ കാലഘട്ടത്തെ ഉദ്ധരിക്കാൻ വന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ ഉടമയെന്ന് പറയുന്നു. എന്നാൽ ഈ വ്യാഖ്യാനങ്ങളൊന്നും കർത്താവിൻ്റെ ജനനത്തോടും ജീവിതത്തോടും താരതമ്യം ചെയ്യുവാൻ പര്യാപ്തമായതല്ല. ഹല്ലേലൂയ. അപ്പോൾ നാം ആ ഒരു കാര്യം ഗൗരവമായി പഠിക്കുകയും കൂടുതലായി ഈ ദൈവത്തെ അറിയുവാനും ദൈവത്തിനു വേണ്ടി നിൽക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. യേശു കർത്താവിൻ്റെ ഇൻകാർണേഷനെ കുറിച്ചാണ് നമ്മൾ
ഇവിടെ ദൈവവചനത്തിൽ വായിക്കുവാനായിട്ടിടയായത്. ഈ പദവും വന്നിട്ടുള്ളത് ലാറ്റിൻ പദത്തിൽ നിന്നാണ്. പ്രധാനമായിട്ടും ഇൻകാർണ് എന്ന് പറയുന്നതായ ലാറ്റിൻ പദം, അതിനകത്തുനിന്ന് മെയിനായിട്ടുമുള്ളത് മാൻ ഇൻ ദ ഫ്ലഷ്. ഹല്ലേലൂയ. God became human in person of Jesus Christ. ദൈവം യഥാർത്ഥമായി യേശു എന്ന് പറയുന്നതായ വ്യക്തിത്വത്തിലൂടെ ഭൂമിയിലേക്ക് ഫിസിക്കൽ ബോഡിയിൽ ഇറങ്ങി വരുന്ന ഒരനുഭവമാണ്. ഹല്ലേലൂയ. God became human in person of Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ടെ. God became human in person of Jesus Christ. God the person, the second person of the Trinity, took on human nature. തൃത്വത്തിൽ രണ്ടാമനായ യേശു കർത്താവ്, ഹല്ലേലൂയ, മനുഷ്യവേഷം ധരിച്ച് മനുഷ്യവേഷത്തിൽ ഹ്യൂമൻ നേച്ചറിൽ ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമ്മെ നിത്യതയിലേക്ക് എത്തിക്കാമെന്ന് വാക്ക് തന്ന ദൈവം കേവലം ഒരു മനുഷ്യനല്ല, അവൻ ദൈവപുത്രനാണ്. ദൈവരൂപത്തിൽ തന്നെ ഇരിക്കുന്ന കർത്താവ്. ആ നിലയിൽ കർത്താവിനെ കാണാൻ നമുക്കിടയാകട്ടെ. മറ്റെല്ലാ വിശദീകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഹല്ലേലൂയ ദൈവിക ശബ്ദം. ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി മാൻ. പൂർണ്ണമായി അവൻ ദൈവമാണ്. അതുമാത്രമല്ല, അവൻ പൂർണ്ണമായി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ള വ്യാഖ്യാനങ്ങൾക്ക് ചലഞ്ച് ചെയ്യുവാൻ കഴിയാത്തതായ ഒന്നാണ് യേശു കർത്താവിൻ്റെ ജനനം എന്നുള്ളത്. സ്ഥായിയായി പല വ്യാഖ്യാനങ്ങൾ നൽകുന്ന ഈ ലോകത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ യേശു കർത്താവിൻ്റെ പ്രസക്തി അവൻ സാക്ഷാൽ ദൈവമാണെന്നുള്ളതാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് അവൻ്റെ ആ ഡിവൈൻ നേച്ചർ യഥാർത്ഥമായും അവൻ്റെ വീര്യപ്രവർത്തികളിലൂടെ, അവൻ്റെ ടീച്ചിങ്ങിലൂടെ, ആ സൂക്ഷ്മമായ ആഴത്തിലുള്ളതായ ടീച്ചിങ്ങിലൂടെ ലോകത്തിൽ മറ്റാർക്കും കൊടുക്കുവാൻ കഴിയാത്ത, ആർക്കും പ്രാക്ടിക്കലി പ്രായോഗികമായി സ്വന്തം കഴിവുകൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാത്ത പ്രവൃത്തികളാണ് യേശു കർത്താവ് തൻ്റെ പ്രവൃത്തികളിലൂടെ ചെയ്തെടുത്തത്. ഹല്ലേലൂയ. അവൻ്റെ കരുണാർദ്രമായ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ യഥാർത്ഥമായ കരുണാമയമായ സ്വഭാവത്തെ അവൻ വെളിപ്പെടുത്തി കാണിച്ചു. നമ്മൾ നോക്കണം, അവൻ എവിടെ ചെന്നിട്ടുണ്ടോ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായ ഓരോ കാര്യങ്ങളെടുത്തും നോക്കിക്കോ. അവനൊന്നും ചോദിക്കാതെ, തിരിച്ചു ചോദിക്കാതെ, ഹല്ലേലൂയ, നിരുപാധികമായി, ഔദാര്യമായി അവൻ സ്നേഹം കാണിക്കുന്നു, അവൻ കരുതൽ കാണിക്കുന്നു, ചേർത്തു നിർത്തുന്നു, ആശ്വസിപ്പിക്കുന്നു, ആശ്ലേഷിക്കുന്നു, സൗഖ്യമാക്കുന്നു, മനോധൈര്യം നൽകുന്നു, വലിയ ശുഭപ്രതീക്ഷ നൽകുന്നു. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ആ ദൈവിക സ്വഭാവമാണ് തൻ്റെ നേച്ചറിൽ തന്നെ, ഹല്ലേലൂയ, പ്രവൃത്തിയിൽ തന്നെ അവനത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ, കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അപ്പോൾ കർത്താവ് യഥാർത്ഥമായി ദൈവമാണ്. അവൻ മനുഷ്യരൂപത്തിൽ നമ്മുടെ നടുവിലേക്ക് വന്നു, ജഡാവതാരമെടുത്തു വന്നതാണ്. നാം വായിച്ച വചനഭാഗത്തിലുണ്ട്, പുരുഷന്റെ ഇഷ്ടത്താലല്ല, മനുഷ്യന്റെ താല്പര്യത്തിനല്ല, ഹ്യൂമൻ ഇൻറ്റൻഷൻ അനുസരിച്ചല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ദൈവത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കട്ടെ. കർത്താവിനെ ധ്യാനിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ അസാധാരണമായ അവസരങ്ങളായി മാറും. ഹല്ലേലൂയ. കർത്താവിനെ ധ്യാനിക്കുന്ന മൂമെൻറ്റുകൾ അത് അത്ഭുതത്തിൻ്റെയും വിടുതലിൻ്റെയും ശക്തി അനുഭവിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ചരിത്രപരമായി യേശു കർത്താവിൻ്റെ ജനനം ഏത് നിലയിലാണ് മാനവ സമൂഹത്തിന് അല്ലെങ്കിൽ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തുവാനിടയായത്?
Hallelujah. Historical effect of the incarnation of Jesus Christ. ചരിത്രപരമായി അവൻ ജഡമായി, ദൈവം ജഡമായി ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ചരിത്രപരമായ മാറ്റങ്ങൾ, ചരിത്രത്തിലെ മാറ്റങ്ങൾ. ഹല്ലേലൂയ. ഒന്നാമതായി റീഡിഫൈൻഡ് ഹ്യൂമൻ വാല്യൂ ആൻഡ് ഡിഗ്നിറ്റി. അവൻ മാനവ സമൂഹത്തിൻ്റെ ഹല്ലേലൂയ വാല്യൂ, ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൻ്റെയും വില, ഹല്ലേലൂയ, അതിൻ്റെ വാല്യൂ, അതിൻ്റെ ഡിഗ്നിറ്റി എത്രമാത്രം ആദരിക്കപ്പെടുന്നതാണെന്ന് യേശു കർത്താവിൻ്റെ വരവിലൂടെ അത് റീഡിഫൈൻ ചെയ്യപ്പെടുവാനിടയായി. ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു നിയമങ്ങളും എല്ലാ മനുഷ്യർക്കും തുല്യ നീതി വാഗ്ദാനം ചെയ്യുന്നതായിരുന്നില്ല. ലോകത്തിൽ ഉണ്ടായിരുന്ന അതിനു മുൻപുള്ള ഒരു ഭരണവും ഹല്ലേലൂയ എല്ലാവർക്കും ഇക്വാലിറ്റിയെ പ്രദാനം ചെയ്യുന്നതായിരുന്നില്ല. പിന്നെ അടിച്ചമർത്തലിൻ്റെയും പീഡിപ്പിക്കലിൻ്റെയും മനുഷ്യ ജീവിതത്തിന് യാതൊരു വിലയും കൊടുക്കാത്തതായ ഒരു സാഹചര്യമായിരുന്നു ലോകത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ we got a special dignity and value in our life. നമ്മുടെ ജീവിതത്തിനൊരു വിലയുണ്ടായി, നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടായി. നാം ഓരോരുത്തരും ആദരിക്കപ്പെടുന്ന വ്യക്തികളാണെന്ന്, വിലയുള്ള വ്യക്തികളാണെന്ന് ഹല്ലേലൂയ ദൈവം യേശു കർത്താവിൻ്റെ വരവിലൂടെ അത് നമുക്ക് ലഭിച്ചു, അത് തെളിയിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നാമും പാടാറില്ലേ, പുറംപറമ്പിൽ എറിയപ്പെട്ടിരുന്നതായ നമ്മെ ഹല്ലേലൂയ അവൻ ചേർത്ത് നിർത്തിയില്ലേ. എത്രയോ സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ നാം ഒന്നുമല്ലെന്ന് നാം ചിന്തിക്കുമ്പോഴും നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കി നിർത്തിയത് ഈ കർത്താവല്ലേ. ഹല്ലേലൂയ. ഇത് ചരിത്രത്തിൽ ദൈവം അത് തെളിയിച്ചതാണ്, അവൻ്റെ വരവിലൂടെ വെളിപ്പെടുത്തിയതാണ്. റീഡിഫൈൻ ചെയ്യപ്പെട്ടു. വലിയ മത നേതാക്കന്മാർ, ഉന്നതരായ മഹാരഥന്മാരൊക്കെ ജനിച്ച ആ മണ്ണിൽ യേശുവിൻ്റെ വരവിന് മുൻപ് അനേക ആളുകൾ അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലത്തൊന്നും ഇതുപോലെ ഓരോ വ്യക്തിക്കും തുല്യമായ നീതിയും ഒപ്രസ്ഡ് ഡിപ്രസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, അവരെ ഉദ്ധരിക്കാൻ വേണ്ടി, അവരെ ഉയർത്തിയെടുക്കുവാൻ വേണ്ടി, അവരെ റീഷേപ്പ് ചെയ്ത് വലിയ അർത്ഥങ്ങളും മാനങ്ങളും ഉള്ളവരാക്കി തീർക്കുവാൻ വേണ്ടി മറ്റാരും ശ്രമിച്ചിട്ടില്ല. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിനെ സ്തുതിക്കുവാനായിട്ടിടയാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. God became man. He redefined the value of human being and he gave a new dignity to human being. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇത് പേഴ്സണലൈസ് ചെയ്യാനുള്ളതാണ്. ഇതെല്ലാം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ ആപ്റ്റല്ലേ. ഹല്ലേലൂയ. അവനെ അറിഞ്ഞപ്പം മുതൽ നമുക്കൊരു മാറ്റമില്ലേ? ഓ സ്തോത്രം. നമുക്കൊരാളുണ്ടെന്നൊരു ചിന്തയില്ലേ? ഹല്ലേലൂയ. ആരുമില്ലെങ്കിലും എനിക്ക് ഒരുവൻ ഉണ്ടെന്നൊരു ചിന്തയില്ലേ? എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരുവൻ ഉണ്ടെന്നുള്ള ചിന്തയില്ലേ? ആരും മാനിച്ചില്ലെങ്കിലും എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിൽപ്പില്ലേ? മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി തീർത്ത ദൈവം, മനുഷ്യർ തള്ളിയാലും തള്ളാത്ത ദൈവം, മനുഷ്യർ വാക്കുമാറിയാലും വാക്കുമാറ്റാത്ത ദൈവം. ഹല്ലേലൂയ. ചൂടബല ബൗഡബല ഘടകസ്യാല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. That this truth reshaped the society's view of the poor. സാധാരണക്കാരായ ആളുകളെ കുറിച്ചുള്ള ചിന്ത, സാധാരണ നിലനിന്നിരുന്നതായ ചിന്തകളെ റീഷേപ്പ് ചെയ്യുവാൻ യേശുവിൻ്റെ വരവിലൂടെ ഇടയായി തീർന്നു. ഇക്വാളിറ്റി and sanctity of life started to emerge in the society. Hallelujah. വലിയ പെർസ്പെക്റ്റീവിൽ വേണമെന്ന് നമ്മുടെ കർത്താവിനെ കാണുവാൻ. ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. ഹല്ലേലൂയ. അതിൽ നമുക്ക് ധൈര്യം കിട്ടുകയാണ്. അത് ധ്യാനിക്കുമ്പോൾ നമുക്ക് വലിയ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വലിയ ഹോപ്പ് വർദ്ധിക്കുകയാണ് ചെയ്യുവാനിടയാകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ ഇന്നും ലോകത്തെ അതിശക്തമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ.
കർത്താവിൻ്റെ വരവോടുകൂടിയാണ്. അതിനു മുമ്പ് ലോകത്തെങ്ങും ഇല്ലാത്തൊരു കാര്യം. ഏറ്റവും ഗ്ലോബൽ ലെവലിൽ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ ഇൻഡിവിജ്വലിലേക്ക് ഇറങ്ങി വരുന്ന ആ പ്രാക്ടീസസ്, ദൈവത്തിൻ്റെ ആ മൈൻഡ് മനുഷ്യരിലേക്ക് പകർത്തപ്പെടുന്നതായ ഒരു അനുഭവം ഉണ്ടായത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പും ദൈവത്തിൻ്റെ മനസ്സും നാം അറിഞ്ഞാൽ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പറഞ്ഞു, അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. നോട്ട് ജസ്റ്റ് നോയിങ് ആൻഡ് ലിസണിങ്. അറിയുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നത് കൊണ്ടും കാര്യമില്ല. പിന്നെയോ നമ്മളത് പ്രാക്ടീസിൽ കൊണ്ടുവരുമ്പോഴാണ് അതിനർത്ഥമുണ്ടാകുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. ഇവിടെ യേശു കർത്താവിൻ്റെ ആ ജനനം, ജീവിതം, തൻ്റെ പബ്ലിക് മിനിസ്ട്രി, ഡെത്ത്, ക്രൂസിഫിക്ഷൻ, ആ സമയത്തൊക്കെ കർത്താവ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, ഉയർത്തെഴുന്നേൽപ്പ്, അതിനുശേഷമുള്ളതായ കർത്താവിൻ്റെ ലാസ്റ്റ് അവസാന വാക്കുകൾ, ഗ്രേറ്റ് കമ്മീഷൻ, ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് പോയി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഓപ്പറേഷൻ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തൃത്വത്തിൽ മൂന്നാമൻ്റെ ഓപ്പറേഷൻസാണ് ഇവിടെ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ട്. വൈഡ് പെർസ്പെക്റ്റീവിലാണത്. ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്നതായ ഒരു പ്രവൃത്തി, പലസ്തീൻ, യെരുശലേം തുടങ്ങിയ സമീപ സ്ഥലങ്ങളിൽ നിന്ന പ്രവൃത്തി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അതിശക്തമായി അതൊരു വലിയ നദിയായി പ്രവഹിച്ചൊഴുകാൻ ഉള്ള വിശേഷപ്പെട്ടതായ പരിശുദ്ധാത്മാവിൻ്റെ ഓപ്പറേഷണൽ മെത്തേഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ്, അതിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. അതിലൂടെ ഏതെല്ലാം നിലകളിലുള്ളതായ ആ ഗോസ്പൽ അങ്ങോട്ട് പ്രതിഫലിച്ച് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വലിയ വലിയ ചലനമാണ് ഉണ്ടാകുന്നത്. ഞാൻ ആസാമിലെ വില്ലേജുകളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം പങ്കുവെക്കുമ്പോൾ ഒരുപാട് ആഴത്തിലുള്ള ചിന്തകളൊന്നും അവിടെ ആവശ്യമില്ല. സാധാരണക്കാർ യേശുവിനെ അറിയുന്നതിന് വലിയ തിയോളജിയുടെയും ശാസ്ത്രത്തിൻ്റെയും ആവശ്യമില്ല. എന്നാൽ ഒരു കാര്യം കൃത്യമായിട്ട് അവരോട് പറയുമായിരുന്നു: നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുകയും യേശുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്താൽ ഈ നാടിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഗോസ്പൽ, ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന ചുറ്റുപാടുകളിൽ ആ മണ്ണിൽ സുവിശേഷത്തിൻ്റെ വിത്തുകൾ അനേകർ പാകിയപ്പോൾ, അതനുസരിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, പൂർവ്വപിതാക്കന്മാർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മറ്റാർക്കുമില്ലാത്തതായ ഒരു വ്യത്യാസം ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലുണ്ടായി. ഒരു വ്യത്യാസം ഞങ്ങളുടെയൊക്കെ തലമുറകളിൽ വ്യത്യാസങ്ങളായി വെളിപ്പെട്ടു. ഹല്ലേലൂയ. അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ദൈവം അവരെ അയച്ചു. മറ്റാർക്കുമില്ലാത്ത വിശേഷതകൾ അവർക്ക് നൽകി. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുക എന്ന് സത്യമല്ലേ? ചിന്തിച്ചു നോക്കൂ. ആ സുവിശേഷത്തിൻ്റെ ഇമ്പാക്റ്റ് അല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങളൊക്കെ ഉദ്ധരിക്കപ്പെടുവാനിടയായത്, നമ്മുടെ കുടുംബങ്ങൾ മാനിക്കപ്പെടുവാനിടയായത്. ഒരു സ്ഥാനവും മാനവും ഇല്ലാതിരുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ദൈവം ഉയർത്തി മാനിച്ച്, ഹല്ലേലൂയ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയച്ച് അവിടെയൊക്കെയും തിളക്കമാർന്ന അനുഭവത്തോടെ നിൽക്കുവാൻ ദൈവം ഇടയാക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് ഒരു ഇമ്പാക്റ്റാണ്. ഹല്ലേലൂയ. പിന്നെ മുൻപോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഏതെങ്കിലും മിഷൻസ് ചാരിറ്റബിൾ ലൈനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്രിസ്തുവിൻ്റെ മാതൃകയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ധാരാളം ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ടുണ്ട് ലോകത്താകമാനം. ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് യേശു കർത്താവിൻ്റെ ആ സർവീസ് മൈൻഡിലൂടെ വന്നിട്ടുള്ളതാണ്. ഹല്ലേലൂയ. പീഡിതരായിരിക്കുന്ന ആളുകളെ സഹായിക്കുക, ഓർഫനേജ്, ആ ഒരു ചിന്തകൾ തന്നെ ഉണ്ടായിരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ എന്തെല്ലാം ഇൻഡിവിജ്വലായിട്ടുള്ള ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി സംവിധാനങ്ങളും മിഷൻസും ഗ്ലോബൽ ലെവലിൽ ഉണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം യേശുക്രിസ്തുവിനാൽ സ്വാധീനിക്കപ്പെട്ടുണ്ടായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിലെ റിലീജിയസ് ആയിട്ടുള്ള ആ വലിയ ചർച്ചകളും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ചില ഉപദ്രവങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ശക്തമായി ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ആധ്യാത്മിക നേതാക്കന്മാർ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇന്ത്യയിലുടനീളമായി ആയിരക്കണക്കിന് സ്കൂളുകൾ
ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കാൻ തക്ക നിലയിൽ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ, ഹല്ലേലൂയ, അതുപോലെ ഹെൽത്ത് വിങ്ങിലുള്ളതായ ഹെൽത്ത് സെക്ടർ ഇത്രയും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ, ഞാൻ പറയാമല്ലോ, യേശുവിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഹംബിൾ ബിഗിനിങ് ദൈവം അതിനെ വളർത്തി. അപ്പോൾ നാം സേവിക്കുന്ന കർത്താവിലൂടെയുള്ള, ആ കർത്താവിൻ്റെ വരവിലൂടെയുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഫാർ റീച്ചിങ് ആണ്. അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ളതാണ്. അതൊരു സ്ഥലത്തൊതുങ്ങി നിൽക്കുന്നതല്ല, അത് വലിയ മാറ്റങ്ങളാണ്. അവനെ ഉൾക്കൊണ്ടുകൊണ്ട് പാഷനേറ്റായിട്ട് ദൈവത്തിനു വേണ്ടി നിന്നിട്ടുള്ളവരാണ്. അവരിലൂടെയാണ് ദൈവം വലിയ വലിയ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ഒന്ന് വിശാലമാക്കി നാം സേവിക്കുന്ന കർത്താവിലൂടെ, അവൻ്റെ പ്രവൃത്തികളിലൂടെ വലിയവ നടക്കുമെന്നുള്ള വിശ്വാസം നമുക്കിതിലൂടെ ഉണ്ടാകണം. നമുക്കറിയാം, CMC വെല്ലൂർ പോലും നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമല്ല. എത്രയോ ശക്തരെ വളർത്തിവിടുവാൻ കഴിഞ്ഞ ഒരു ഹോസ്പിറ്റലായിരുന്നു അത്. അവർക്കുള്ള വിഷൻസ് വളരെ വലുതാണ്. അതുമാത്രമല്ല, നമ്മൾ ചിന്തിക്കണം, എല്ലായിടത്തും കിട്ടുന്ന സാലറീസ് അവിടെയൊന്നുമില്ല. ഇന്ത്യയിലെ മിഷൻ ഹോസ്പിറ്റലെല്ലാം സാലറി കുറവാണ്. കമ്മിറ്റഡായിട്ട് അവർ അവിടെ ജോലി ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന സേവനങ്ങളാണ്. ഇതുപോലെ ചെയ്യുന്ന ആരെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ മതങ്ങൾ പോലും ഇതിൽ നിന്ന് കണ്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. രക്തത്താൽ ജയം. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് എത്രമാത്രം വലുതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം കർത്താവിനെ ധ്യാനിക്കുകയാണ്. നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ലോകത്തിനുണ്ടാക്കിയ മാറ്റങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സംസ്കാരത്തിൽ വലിയ മാറ്റം, സിവിലൈസേഷൻ, കൾച്ചർ, ട്രഡീഷൻസ്, കിരാതമായ സംസ്കാരങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാക്കി. സുവിശേഷത്തിൻ്റെ ശക്തിയാണത്. ഹല്ലേലൂയ. അത് പേഴ്സണലൈസ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഇത് ചരിത്രത്തിലുള്ള വിഷയങ്ങളാണ്, സോഷ്യലായിട്ടുള്ള വിഷയങ്ങൾ. എന്നാൽ ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവിനെ അനുകരിക്കുന്നവർക്കുള്ള അനുഭവത്തിലേക്കാണ് നാം വരുന്നത്. ഗോഡ് ബിക്കെയിം ആക്സസബിൾ ടു ഹ്യൂമാനിറ്റി. ഹല്ലേലൂയ. അതാണ് 1:14 നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായത്. The word became flesh and dwelt among us. നമ്മുടെ ഇടയിൽ പാർത്തു. പാർക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അത് വലിയ സവിശേഷമായ അനുഭവമാണത്. God stepped into human history, bridging the gap between heaven and earth. Hallelujah. Hallelujah. ഓർത്തിരിക്കുക, God stepped into human history. God stepped into human history. ഇന്നലെ വൈകിട്ട് 9 മണി കഴിഞ്ഞ് എനിക്കൊരു വോയിസ് ക്ലിപ്പ് വന്നു. ആ വോയിസ് ക്ലിപ്പിൽ നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നടന്ന ദ അൺഫെയിലിംഗ് പവർ ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയത്തിൽ നിന്ന് സംസാരിച്ച പ്രസംഗം ഈ UK-യിലുള്ളതായ ഒരു സീനിയർ ഡോക്ടർ അവിചാരിതമായി നമ്മുടെ സൈറ്റിൽ കണ്ടിട്ട് അതിനകത്തെ ഒരു പദം അവരെ വളരെ സ്വാധീനിച്ചു. സൂപ്പർ നാച്ചുറൽ എക്സ്ചേഞ്ച്. അവരാ വചനം കേട്ട് ഉണ്ടായ ചില ദൈവിക അനുഭവത്തെക്കുറിച്ച് അതിൽ പറയുവാനിടയായി. എനിക്ക് ഒരു ചെറിയ എൻകറേജ്മെൻ്റാണ് തോന്നിയത് അത് കേട്ടപ്പോൾ. കാരണം ആ പദങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, അതുല്യമായ ദൈവശക്തിയുടെ കൈമാറ്റം, ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നതായ ഒരു ദൈവപൈതലും ദൈവവുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഹല്ലേലൂയ അധികാരങ്ങൾ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ. ഇന്ന് പകൽക്കാലം ദൈവപൈതലെ കർത്താവിനെ ആളത്തപരമായ അവണ്ണം അറിഞ്ഞ് നമുക്ക് കർത്താവിനെ സേവിക്കാൻ ഇടയാകണം. ഹീ സ്റ്റെപ്ഡ് ഇൻടു ഹ്യൂമൻ ഹിസ്റ്ററി. ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുവാനായിട്ട് ദൈവം യേശുവിനെ ഉപയോഗിക്കുകയാണ്. നമുക്ക് കിട്ടിയ പദവി നാം മനസ്സിലാക്കുക. രണ്ടാമതായി, ദ വേ ടു സാൽവേഷൻ വാസ് ഓപ്പൺഡ്. ഓരോ ദൈവ പൈതലിനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ
ഉള്ള വഴി തുറക്കപ്പെടുകയാണ്. കൃത്യമായി യേശുവിലൂടെയുള്ള വഴി തുറക്കപ്പെടുകയാണ്. അതിനെക്കുറിച്ച് സുവിശേഷ ഭാഗത്തും പൗലോസ് പറയുന്ന വചനഭാഗത്തും എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനുഷ്യനും ദൈവവുമായിട്ട് നിരപ്പിക്കുന്ന അനുഭവം, ഒരു മേജർ റിക്കൺസിലിയേഷൻ തിയറി യേശുക്രിസ്തുവിൻ്റെ അവതാരത്തിലൂടെ സംഭവിക്കുകയാണ്. അത് ലോകത്തിൻ്റെ ഒരു കോടതിക്കും അവണ്ണം വിധി എഴുതാൻ കഴിയത്തില്ല. അത് വിധിയെഴുത്ത് മാത്രമാകും. എന്നാൽ പെർഫെക്റ്റായിട്ട് എല്ലാ ആകുലതകളെയും എല്ലാ ചിന്തകളെയും മനുഷ്യനിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് നിത്യതയുടെ ആ സന്തോഷത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്ന് നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള റിക്കൺസിലിയേഷൻ തിയറി എന്ന് പറഞ്ഞാൽ കുറ്റബോധവും പാപബോധവും കുറ്റബോധം പൂർണ്ണമായിട്ടും ഒഴിവാക്കി അവനെ നിത്യതയുടെ ആ വലിയ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായ ആ രക്ഷയുടെ അനുഭവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അനേകം ആളുകൾ സ്തോത്രം വളരെ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിധി എഴുതിയ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടില്ല എന്ന് വിധി എഴുതിയ ആളുകളെ ദൈവം കൊണ്ടുവന്നു. നമുക്കറിയാം, കരിക്കൻ വില്ല കേസ് വളരെ ശക്തമായി കേരളത്തിലെ ദാരുണമായ നടുക്കിയ ഒരു കൊലപാതക സംഭവമാണ്. അതിലെ കൊലപാതകം ചെയ്ത മദ്രാസിലെ മോൻ എന്നറിയപ്പെടുന്ന റെനി ജോർജ് അനേക വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. ഇന്ന് രക്ഷയുടെ സന്ദേശം വളരെ പെർഫെക്റ്റായി എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റും ചെയ്തിട്ട് തിരിച്ചു വരാമെന്നുള്ളതല്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പെട്ടുപോയ അനുഭവത്തിൽ നിന്നും ഒരു ഹോപ്പുമില്ലാത്ത സ്ഥാനത്ത് നിന്ന് ദൈവം പൊക്കിയെടുക്കുന്ന വിധത്തെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഞാനിവിടെ പറയുവാൻ ഇടയായത്. നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളതാണ്. അടുത്തത്, ഗോഡ് അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ സഫറിങ്. അവൻ നമ്മുടെ ഇടയിലേക്ക് മനുഷ്യവേഷത്തിൽ വന്ന് നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ, പാർക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി സംവിധാനത്തിലുള്ള വാക്കുകളല്ല. ഡ്വെൽറ്റ് എമംഗ് us, നമ്മുടെ ഇടയിൽ പാർക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ചുറ്റുപാടും അറിഞ്ഞ് നമ്മളോട് ഇണങ്ങി തട്ടിമുട്ടി നിന്ന് നമ്മുടെ എല്ലാം മനസ്സിലാക്കി നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഇടയിൽ പാർക്കുക എന്ന് പറയുമ്പോൾ കൂടെ വന്നൊരാൾ താമസിക്കുന്ന അനുഭവം ഓർത്ത് നോക്കിയേ. ഒന്നും മറയ്ക്കുവാനില്ല, അതെല്ലാം മനസ്സിലാക്കി, എല്ലാ തകർച്ചകളും എല്ലാ വീഴ്ചകളും എല്ലാ വേദനകളും മനസ്സിലാക്കി നമ്മുടെ ഇടയിൽ പാർക്കുന്ന അതുല്യമായ അനുഭവം. He understands the human suffering. Jesus experienced hunger, sorrow, betrayal, pain and death. എല്ലാ മനുഷ്യൻ നമ്മളെപ്പോലുള്ളവർ അനുഭവിക്കുന്ന എല്ലാ പെയിനും എല്ലാ വേദനകളും എല്ലാ തള്ളപ്പെടലും ഒറ്റപ്പെടലും എല്ലാം നമ്മുടെ കർത്താവ് അനുഭവിച്ചു. ആസ് എ റിസൾട്ട് ഹി ഈസ് എ കമ്പാഷനേറ്റ് ഹൈ പ്രീസ്റ്റ്. ഹല്ലേലൂയ, കരുണയുള്ളവനായ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഹെബ്രായ ലേഖനം 4:15 വായിക്കേണ്ട. വി ഡു നോട്ട് ഹാവ് എ ഹൈ പ്രീസ്റ്റ് ഹു ഈസ് അൺഏബിൾ ടു സിമ്പതൈസ് വിത്ത് അവർ വീക്ക്നെസ്. നമ്മുടെ എല്ലാ വീക്ക്നെസ്സിലും നമ്മോട് ദയ കാണിക്കുവാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന് ജീവിക്കുവാൻ ഒരു മോഡൽ, ഒരു മാതൃകയായി യേശു കർത്താവ് മാറി. ഹ്യൂമാനിറ്റി ഈസ് ഗിവൺ എ മോഡൽ ഓഫ് ഫോർ ലിവിങ്. മനുഷ്യകുലത്തിന് എങ്ങനെ ജീവിക്കണമെന്നുള്ള ശരിയായ ദിശാബോധം യേശു കർത്താവിൻ്റെ ജീവിതത്തിലൂടെയും അവൻ്റെ വരവിലൂടെയും മനുഷ്യന് സാധ്യമായി തീർന്നു. എല്ലാറ്റിലും ഉപരിയായി നിത്യതയെക്കുറിച്ചുള്ളതായ വലിയ അവബോധവും കാഴ്ചപ്പാടും ദൈവം നമുക്ക് നൽകി. ഹോപ്പ് ഫോർ ദി എറ്റേണൽ ലൈഫ്. ഹല്ലേലൂയ, നിത്യതയെക്കുറിച്ചുള്ള ആ വലിയ വാഗ്ദാനം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ചരിത്രപരമായി യേശുവിൻ്റെ വരവിലൂടെ ഉണ്ടായത് ഡിഗ്നിറ്റി ഫോർ ഓൾ പീപ്പിൾ. എല്ലാവർക്കും ഡിഗ്നിറ്റി ഉറപ്പുവരുത്തി, വാല്യൂ ഉറപ്പുവരുത്തി. ഹല്ലേലൂയ. അതുമാത്രമല്ല, ആ സർവീസ് മൈൻഡ്, കർത്താവിൻ്റെ കൈൻഡ്നസ്, കർത്താവിൻ്റെ ലവ്, അഗപ്പെ ലവ്, ഇത് നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ ഉള്ള മാതൃകയായി കർത്താവ് മാറി. ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവരെ സഹായിക്കാനും കരുതാനും എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയുള്ളവരായി മാറാൻ വേണ്ടിയുള്ള മാതൃകയുള്ള ജീവിതമാണ് യേശു നമുക്ക്
വേണ്ടി നൽകി തന്നത്. സാമൂഹ്യമായ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യമായ നീതി ഉറപ്പുവരുത്തുവാൻ അതിനനേകം കാരണങ്ങൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കാണുവാനായിട്ട് കഴിയും. ഇനി സ്പിരിച്വലായിട്ടുള്ള എഫക്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഗോഡ് ഈസ് നിയർ ആൻഡ് ആക്സസബിൾ. അവൻ നമുക്ക് സമീപസ്ഥനായി, നമ്മുടെ അടുക്കൽ. നമ്മുടെ രക്ഷ, സാൽവേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. മൂന്നാമതായി, ഹി അണ്ടർസ്റ്റാൻഡ്സ് ദ ഹ്യൂമൻ സഫറിങ്. നമ്മുടെ പാത, നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ, നമ്മുടെ പെയിൻ, നമ്മുടെ വേദന, നമ്മുടെ സങ്കടം അവൻ പൂർണ്ണമായി അറിയുന്നു. ജീസസ് ഈസ് എ റോൾ മോഡൽ ഫോർ എ ഹോളി ലിവിങ്. വിശുദ്ധമായൊരു ജീവിതത്തിന് അവൻ ഏറ്റവും ഉദാത്തമായ മാതൃകയായി മാറി. എറ്റേണൽ ഹോപ്പ് ആൻഡ് റെസ്റ്റോറേഷൻ. ഹല്ലേലൂയ. നിത്യമായ പ്രത്യാശ അവൻ നൽകി. ആ വീണ്ടെടുപ്പിൻ്റെ വലിയ പ്രത്യാശ ഇന്ന് കർത്താവിനെ പേഴ്സണലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചറിയുന്ന ഒരു സമയമാക്കി, ഹല്ലേലൂയ, വൈഡ് പെർസ്പെക്റ്റീവിലുള്ളൊരു ചിന്തയാണ് ഇന്നിവിടെ പങ്കുവച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും കർത്താവ് മതിയായവനാണ്. ഹി അണ്ടർസ്റ്റാൻഡ്സ് അവർ സഫറിങ്. ഹി അണ്ടർസ്റ്റാൻഡ്സ് അവർ സഫറിങ്. ഹല്ലേലൂയ. ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഹി അണ്ടർസ്റ്റാൻഡ്സ് അവർ സഫറിങ്. ഇന്ന് ഈ വചനപ്രസംഗത്തിനായി ഒരുങ്ങി ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റൊരു വാക്യം കൂടി പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്ത് എൻ്റെ ഹൃദയത്തിൽ തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു പദം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്കുകളാണ്. ആ വാക്കുകളിൽ യേശുവിനെ അടക്കം ചെയ്ത ശിഷ്യന്മാരും എല്ലാവരും ഓടി ഒളിച്ചവൻ്റെ ഫോളോവേഴ്സായിട്ടുള്ളവരെല്ലാവരും ഭയന്ന് വാതിൽ തുറക്കാതെ മുറി അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ഭയചകിതരായി ഇരുന്ന സന്ദർഭം. എന്നാൽ ചില സഹോദരിമാർ യേശുവിൻ്റെ കല്ലറയ്ക്കൽ ഹല്ലേലൂയ സുഗന്ധദ്രവ്യവുമായി പോയി അവനോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുവാൻ അവൻ്റെ അടുക്കലേക്ക് പോയി. എന്നാൽ വേറൊരു കാര്യം നടന്നു. അവനെ അടക്കം ചെയ്തപ്പോൾ ഭാരമേറിയ കല്ല് ഈ ടോംബിൻ്റെ കവാടത്തിൽ വെച്ച് അടച്ച്, ഒരിക്കലും അവർ ചെയ്തിട്ടില്ലാത്തൊരു പ്രാക്ടീസ് അവരന്ന് ചെയ്തു. കരുത്തരായ റോമൻ പടയാളികൾ, സ്പെഷ്യൽ കമാൻഡോസിനെ അതിന് കാവൽക്കാരായി നിയോഗിച്ചു. അതൊക്കെ ഈ സഹോദരിമാർക്കറിയാം. എന്നാലും അതിനേക്കാൾ വെല്ലുന്നതാണ്, തടസ്സങ്ങളെ ഒക്കെ മറച്ചു കളയുന്നതാണ് കർത്താവിനോടുള്ള സ്നേഹം. നമ്മുടെ മുൻപിലിരിക്കുന്ന വൻമതിലുകളെയൊക്കെ മറന്ന് കളയുവാൻ ഇടയാക്കുന്നതാണ് അവനോടുള്ള സ്നേഹം, അവനിലുള്ള ആശ്രയബോധം. അതാണ്. അതുകൊണ്ടാണ് അവർ ധൈര്യം സംഭരിച്ച് പോയത്. അവർക്ക് ആ കല്ല് അവിടെ ഇരിക്കുന്നു, അവിടെ കാവൽക്കാർ നിൽക്കുന്നു ഒന്നും അവരുടെ ഓർമ്മയിലേ വന്നില്ല. അതിനേക്കാളൊക്കെ അതിജീവിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് അവർ പോയി. അടുത്ത് ചെന്നപ്പോഴാണ് ആ സഹോദരി ഓർത്തത്, കല്ലാര് ഉരുട്ടി മാറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതായിരുന്നു. ആ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ദ സ്റ്റോൺ ഹാവ് ബീൻ റോൾഡ് ഔട്ട്. ഹല്ലേലൂയ. ആ കല്ലുരുട്ടി മാറിയിരിക്കുന്നതായി കണ്ടു. റെബൽ ഷനഹസ്യാന്തുരാദിയ. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമുക്കാരാണ്? ഹല്ലേലൂയ. ഹൂ ഈസ് ജീസസ് മീൻ ടു അസ്? നമുക്ക് വ്യക്തിപരമായി എനിക്ക് ആരാണ് എന്ന് ചിന്തിച്ചു കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. അവൻ സകല പാപക്ഷമയും തന്ന് എന്നെ നടത്തി. ഹി ഈസ് മൈ പീസ്. അവൻ എൻ്റെ സമാധാനമാണ്. നമ്മത് വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹി ഗീവ്സ് മീ
പർപ്പസ് ഓഫ് ലൈഫ്, എൻ്റെ ജീവിതത്തിനൊരു പർപ്പസ് അവൻ നൽകി. ഓ റബൽ ശമനകസിയാന, പ്രൊവിഷൻ ഫോർ മൈ എവരി നീഡ്, എൻ്റെ സകല ആവശ്യങ്ങൾക്കുമുള്ള പ്രൊവിഷൻ, കരുതൽ. ഹല്ലേലൂയ. ഓ പ്രോസ്പെക്ട് ഫോർ ദ ഫ്യൂച്ചർ, എൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളത് അവൻ കരുതി. ഹല്ലേലൂയ. ഹി ഗീവ്സ് മീ പവർ ഇൻ മൈ ലൈഫ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ. മറന്നു പോകണ്ട, ആ കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്നതായി കണ്ടു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. സർവവല്ലഭനായ കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നാം കേട്ടത്. ഹല്ലേലൂയ. വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം ജഡമായി, ദൈവം ജഡമായി വന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്ന് പകൽക്കാലം അവന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുക. ഇന്ന് വരെ ഇല്ലാത്ത ഒരു ആത്മീയമായ പുതുക്കത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മെ സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ റോമൻ ഭരണകൂടത്തിന്റെ വിധിയെഴുത്തിൽ പെട്ട കല്ലറയിൽ അടങ്ങി നിന്നില്ല. അവൻ കല്ലറകളുടെ ശക്തിയെ പൊളിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. മരണത്തിന്റെ ശക്തിയെ തകർത്ത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഓ ഹി ബ്രേക്സ് എവരി ചെയിൻ. എല്ലാ ചെങ്ങലകളും, എല്ലാ ശത്രുവും ഉടമന റബലഘടകസ്യാൽ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. This is the time to receive deliverance. അവന്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് ഇറങ്ങി വന്നിരിക്കുകയാണ്. എല്ലാ ചെങ്ങലകളെയും മുറിച്ചു കളയുന്ന, പൊട്ടിച്ചു കളയുന്ന ദൈവകൃപ, മരണശക്തികളെയും മരണ അധികാരങ്ങളെയും ക്യാൻസൽ ചെയ്യുന്ന ദൈവകൃപയുടെ ശക്തി. ഓ തടസ്സങ്ങളുടെ വൻമലകളെ നീക്കിക്കളയുന്നതായ ദൈവശക്തി. The stone have been rolled out. Hallelujah. ഭാരപ്പെട്ടും നീറിയും ഇരിക്കുന്ന ദൈവ പൈതലേ, അവൻ നിനക്ക് മതിയായവനാണ്. ഉടമാറബേഖേലിയോ. ഓ ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു. തന്റെ ജനത്തിന്റെ കരച്ചിൽ കർത്താവ് കേൾക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ കർത്താവിനെ ധ്യാനിച്ച്, കർത്താവിന് വേണ്ടി ജീവിതം അർപ്പിച്ചുകൊണ്ട്, തങ്ങളെ തന്നെ പുതുക്കിക്കൊണ്ട് അഭിയാചന കഴിക്കുന്ന ജീവിതങ്ങളുടെ മേല് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നടക്കുന്നു. ഓ തടസ്സങ്ങളെ മാറ്റുന്ന, വെല്ലുവിളികളെ അതിജീവിക്കുന്ന, പൈശാചിക ബന്ധനങ്ങളെ ഇല്ലാതാക്കി കളയുന്ന, ശത്രു കെട്ടിയ ചെങ്ങലകളെ തകർത്ത് കളയുന്ന ദൈവപ്രവൃത്തി തന്റെ മക്കളുടെ ജീവിതത്തില് നീ വെളിപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ പകൽ ദൈവകൃപ വ്യാപരിക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കാൻ മടി കാണിക്കേണ്ട. He has risen. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. He is victorious one. He is the triumphant one. ഓരേ ബാലോ ഖേനോ ഷദാരേ. ഹല്ലേലൂയ. ദൈവപ്രവർത്തികൾ നടക്കുന്നു, ദൈവപ്രവർത്തികൾ നടക്കുന്നു. കർത്താവേ, നീ ചരിത്രത്താളുകളിൽ ലോകത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം വലുതാണ്. മനുഷ്യ ജീവിതങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം വലുതാണ്. ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ, ശത്രു അധികാരം പറഞ്ഞ മണ്ഡലങ്ങളെ കീഴടക്കുവാൻ, നന്മകൾക്ക് നേരെ വിരൽ ചൂണ്ടി നന്മകളുടെ വാതിലുകളെ അടച്ചു കളയുന്ന പൈശാചിക തലങ്ങളെ ഉടമ റബല ദിനകാരകതനഘടക സൈന്ദരഘടകസ്യ. ഓ സ്തോത്രം. അതിനെ ദൈവപ്രവൃത്തിയുടെ തലങ്ങളാക്കി മാറ്റുവാൻ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇടയാകട്ടെ, ഇടയാകട്ടെ. കർത്താവെ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഭാരങ്ങൾ, സങ്കടങ്ങളെല്ലാം കർത്താവിനോട് പറഞ്ഞാട്ട്. ഓ നിങ്ങളെ ഏറ്റവും അലട്ടുന്ന, ഉറക്കം കെടുത്തുന്ന ദൈവമേ, ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോൾ എപ്പോൾ കർത്താവേ എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഭാരപ്പെടുന്ന തലങ്ങളിലേക്ക് ഓ ആത്മാവ് ഡയറക്റ്റ് ചെയ്യുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ട്. നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്, നിന്റെ സങ്കടത്തിന് മറുപടിയുണ്ട്.
അവൻ ജയവീരനായതുപോലെ ജയം ഘോഷിക്കുവാൻ, ജയത്തിന്റെ പാട്ട് പാടുവാൻ അവൻ നിന്നെ സഹായിക്കും. Hallelujah. Rakathinasiana. Oh, glory be to God. Glory be to God. Glory be to God. Glory be to God. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഈ പകലങ്ങ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഓരോ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഇവിടെ വാക്കുകൾ ഉച്ചരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ ഏറ്റവും ചെറിയ കുഞ്ഞു മുതൽ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇവിടെ വ്യാപരിച്ച് നിറഞ്ഞു നിൽക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ, ദൈവകൃപയുടെ അത്യന്തം പരമായ ശക്തി ഓരോരുത്തരിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ദൈവിക അനുഗ്രഹങ്ങളാൽ എല്ലാവരും നിറയപ്പെടട്ടെ. കർത്താവിൽ ശക്തരായി തീരട്ടെ. കർത്താവിൽ ശക്തരായി തീരട്ടെ. യേശു കർത്താവിനോടുള്ള അനുഗ്രഹങ്ങൾ എല്ലാവരും ഒരുപോലെ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ, രോഗസൗഖ്യം അനുഭവിക്കട്ടെ. തളർത്തുന്ന, ശരീരത്തെ തളർത്തുന്ന, ബലഹീനമാക്കുന്ന രോഗഭയം, മരണഭയം, അവയുടെ മേൽ ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. സുൽമർ ഖമാസി ലമാ റബക്ഷേന സൈദ രഗേസിയ ഓ ശ്യാംതേ ലബ്ഖനാസിയ ഷുഡബഹതുനാസിയ ഷദാരിയ ലബേനിയ ഓ റബേഖേനിയോസിയ റബ്ഷബതുനസിയ ഹബാരേഖേനിയോ ലിറാബഷ്സ്കിയാനോസി Ribaragatsina Tiana, Aturashia Periana, Riskila Vashasiana, yes, Siatanadia, Ramtunasi Ekenosi, Rabal Prouda Lavachana, Vacham, Siante, Siana, Subar Barakanosiate, Liberba, Labakanso, Lavarashasia, Oshia Tirasia Lava, Ribakaba Vashasi Kanodianaba, Oshia Tedianaba, Ridal Proudabal Kamanasia, Ramtuna Chamana Asiala, Ridal Rabal Kala Shasia, Esuvina Namatul, Vidal Saktiode, Tandanatil, Velipurate, Huraba Katsara Tirialaba, Sirathiram Dira Kalvaradera. Oh, Shabal Kamara, Bakabal Kamanadana. Glory be to God. Glory be to God. Glory be to God. Hallelujah. 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 ഒരാളെ പോലും ഒഴിവാക്കാതെ, ഒരു വ്യക്തിയെ പോലും ഒഴിവാക്കാതെ ആ ദൈവകൃപയുടെ, ദൈവിക വിടുതലിന്റെ, ദൈവിക അനുഗ്രഹത്തിന്റെ, ദൈവിക നന്മയുടെ ശ്രേഷ്ഠതയിലൂടെ നീ നടത്താൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങ് തന്നെ മക്കളെ, ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ ധാരാളം